ദേശീയ പട്ടികവർഗ യുവജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ലൈബ്രറിയുടെ പ്രവർത്തന പരിപാടികൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 200 യുവതീ യുവാക്കൾ തുഞ്ചൻ സ്മാരക ലൈബ്രറിയിൽ സന്ദർശനം നടത്തി. കുറുന്തോടി UP സ്കൂൾ പരിസരത്ത് നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച സ്വീകരണ ഘോഷയാത്ര തുഞ്ചൻ ലൈബ്രറി പരിസരത്ത് സമാപിച്ചു. സ്വീകരണ സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഈ 3 സംസ്ഥാനങ്ങളെ കുറിച്ച് പൊതുവിൽ ഞങ്ങളെല്ലാം അത്ര അറിവുള്ള ആളുകളല്ലെങ്കിൽ പോലും ഈ കേരളം ഏറെ വ്യത്യസ്തമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസം 100%. കേരളത്തിലെ ഹോസ്പിറ്റൽസ്, ആശുപത്രികൾ, ചികിത്സ 100%. കേരളത്തിലെ ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം നടന്ന സംസ്ഥാനമാണ്. കേരളത്തിലെല്ലാവരും സ്കൂളിൽ പോകുന്ന സംസ്ഥാനമാണ്. ഞാൻ തീർത്തുന്നില്ല. ഏറ്റവും അവസാനം കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച പ്രദേശമാണ്. ഇതൊക്കെ സംബന്ധിക്കുന്നത് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി മാത്രമല്ല. ഈ തുഞ്ചൻ സ്മാരക ലൈബ്രറിയെക്കുറിച്ച് നിങ്ങൾ പറയുമല്ലോ, ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ഏജൻസികളാണ് ഇതിന് സർക്കാരിനെ പ്രാപ്തരാക്കുന്നത്. ഇങ്ങനെ ഈ പ്രദേശത്ത് റിലീജിയനോ കാസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യത്യാസത്തിലോ ഈ കേരളം ജനങ്ങളെ വേർതിരിച്ച് കാണുന്ന പ്രദേശമല്ല.
ഒരു കാരണവശാലും ജാതിയോ മതമോ മറ്റൊന്നും ഇതിനെ സ്വാധീനിക്കുന്നില്ല. ഇത് പരിപൂർണമായൊരു ജനാധിപത്യ സംവിധാനത്തിൽ വളർന്നു വരുന്ന സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഭാവിയിൽ നിങ്ങളൊക്കെ പോയി ഏതാണ് വലിയ സർവകലാശാലകളിലും വലിയ കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ ഈ നിങ്ങളെ ജാർഖണ്ഡിനും ഛത്തീസ്ഗഡിനും മധ്യപ്രദേശിനും ഒപ്പം കേരളത്തെക്കുറിച്ചും നിങ്ങൾ പഠിക്കണം. MP അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ട 200ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ ഈ മഹത്തായ ലൈബ്രറിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 6.5 പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാമധേയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലൈബ്രറിയിൽ വന്നിരിക്കുന്ന ഈ ട്രൈബൽ വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഊർജ്ജസ്വലമായ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ പൈതൃകത്തെയും നമ്മൾ അവരുടെ മുഖങ്ങളിൽ ദർശിക്കുകയാണ്. തീർച്ചയായും അവർ ഇവിടെ നിന്ന് തിരിച്ച് ജാർഖണ്ഡിലേക്കും മധ്യപ്രദേശിലേക്കും പോകുമ്പോൾ അവർ കൊണ്ടുപോവുക, അവരുടെ മനസ്സിലേക്ക് അവർ ആവാഹിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യം. KMK കൃഷ്ണൻ ഉപഹാരം നൽകി. മൈ ഭാരത് ഡെപ്യൂട്ടി ഡയറക്ടർ സനൂപ് സി, ഉണ്ണികൃഷ്ണൻ, ബിൻസി, TP രാജീവൻ, P ബാലൻ നീലാംബരി, സുരേന്ദ്ര ഘോഷ് എന്നിവർ സംസാരിച്ചു. സൈദു കുറുന്തോടി സ്വാഗതവും PT ഗീത നന്ദിയും പറഞ്ഞു. തുഞ്ചൻ സ്മാരക ലൈബ്രറി 1960 സ്ഥാപിതമായ ലൈബ്രറിയാണ്. ഈ കാലത്തിനിടയ്ക്ക് ഒട്ടേറെ പ്രവർത്തന പരിപാടികൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ നമ്മുടെ ലൈബ്രറി ഇന്ന് വടകര താലൂക്കിലെ A+ ലൈബ്രറികളിൽ ഏറ്റവും മികച്ച ലൈബ്രറി ഒന്നാണ്. ജില്ലയിൽ സ്റ്റേറ്റ് തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ലൈബ്രറിയായി മാറിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വ്യത്യസ്ത മേഖലയിലുള്ള ഇതിന്റെ പ്രവർത്തനങ്ങളാണ്. കുട്ടികൾ, വനിതകൾ, വിദ്യാർത്ഥികൾ, കർഷകർ ഉൾപ്പെടെ, വയോജനങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെ ഉൾക്കൊള്ളുന്ന വിവിധതരം പ്രവർത്തനങ്ങൾ നടത്തി ഈ ഒരു കൊച്ചു ഗ്രാമത്തിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത, ഇവിടെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. ഓരോ വർഷവും കേരള സ്റ്റേറ്റ് ലൈബ്രറി ഇതിന്റെ പ്രവർത്തനങ്ങൾ ഗ്രേഡ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും പരിശോധിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഗ്രേഡുകൾ തരുന്നത്. A+ ലൈബ്രറിയിൽ എത്തിക്കുന്ന ഈ ലൈബ്രറിയെ നമ്മുടെ നെഹ്റു യുവ കേന്ദ്ര മൈ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തന പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. തുഞ്ചൻ ബാലവേദി അംഗങ്ങളുടെ നൃത്തവും മറ്റു കലാപരിപാടികളും അരങ്ങേറി. തനിമ വിളങ്ങും മേളത്തിൻ പെരുമയൊരുങ്ങും നളചരിതസ്മൃതികളുണർത്തി സ്വരമധുരം നെഞ്ചിലുണർത്തി കഥകളിതൻ മുദ്രവിടത്തി കളിയാടും കലയുടെ